കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ 12 ഇടങ്ങളിൽ SDPI കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. മലപ്പുറത്തും തിരുവനന്തപുരത്തും അടക്കമാണ് റെയ്ഡ്. പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ED റെയ്ഡ്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശിവദാസ് കന്മനവും തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനും ചേർന്നു. ശിവദാസിലേക്ക് ആദ്യം. ശിവദാസ്, അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, SDPI കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുമ്പോൾ കൃത്യമായി PFI ബന്ധം കൂടി വെച്ചുകൊണ്ട് എവിടുന്നൊക്കെ ഫണ്ട് വന്നു എന്നതുമൊക്കെ വ്യക്തമാകാൻ തെളിവുകൾ കൈവശം വെച്ചുകൊണ്ടുള്ള റെയ്ഡായിരുന്നു EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന് വ്യക്തമായിട്ടുണ്ടോ? തീർച്ചയായും രാജ്യവ്യാപകമായ പരിശോധന തന്നെയാണ് ED ഇന്ന് നടത്തിയത്. രാജ്യത്തെ 12 ഇടങ്ങളിലാണ് EDയുടെ പരിശോധന ഉണ്ടായിരുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്തും മലപ്പുറത്തുമാണ് EDയുടെ പരിശോധന ഉണ്ടായത്. മലപ്പുറത്ത് രാവിലെ ഏകദേശം 10:30 ED ഉദ്യോഗസ്ഥർ എത്തി. ചെന്നൈയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് എത്തിയത്. ഏകദേശം 2:30 ഈ പരിശോധന പൂർത്തിയായത്. അതായത് 4 മണിക്കൂറിലേറെ ഇവരുടെ പരിശോധന ഉണ്ടായിരുന്നു. വിവിധ രേഖകളും അതോടൊപ്പം തന്നെ വ്യത്യസ്ത ഡോക്യുമെന്റ്സും എല്ലാം തന്നെ കൃത്യമായി തന്നെ പരിശോധിച്ചു. അതിനുശേഷമാണ് ED സംഘം മടങ്ങിയത്. ഈ സമയത്ത് പരിശോധന നടക്കുമ്പോൾ ഇവിടെ SDPI പ്രവർത്തകരുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് SDPIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തത്. കൃത്യമായ തെളിവുകളുടെയും അതോടൊപ്പം തന്നെ കൃത്യമായി ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അറസ്റ്റ്. PFI വഴി SDPIയിലേക്ക് വലിയ തോതിൽ തന്നെ ഫണ്ട് വന്നിട്ടുണ്ട്. ഈ ഫണ്ട് SDPI വഴി ചിലവഴിച്ചിട്ടുണ്ട്. ഹവാല പണം അടക്കം ഇത്തരത്തിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലടക്കം SDPIക്ക് വേണ്ടിയും കേരളത്തിലും അതോടൊപ്പം തന്നെ മറ്റു രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി വ്യാപകമായി തന്നെ PFI വഴി അല്ലെങ്കിൽ SDPI മറയാക്കിക്കൊണ്ട് PFI വഴി ഇത്തരത്തിൽ ഫണ്ട് പിരിവ് നടന്നിരുന്നു. നോമ്പ് സമയത്തും റംലാൻ മാസത്തിലും അതോടൊപ്പം തന്നെ അതിൻ്റെ പേരിലും അതോടൊപ്പം ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ പേരിലും എല്ലാം തന്നെ ഇന്ത്യക്കാരെ സഹായിക്കുക എന്നതിൻ്റെ പേരിൽ വ്യാപകമായി തന്നെ ഫണ്ട് പിരിവ് നടന്നിരുന്നു. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ EDക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മിന്നൽ പരിശോധന നടത്തിയത്. പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അറിയിക്കാതെയായിരുന്നു ഇത്തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പരിശോധന ഉണ്ടായിരുന്നത്. കേന്ദ്ര സേനയുടെ സുരക്ഷാ വലയത്തിലായിരുന്നു പരിശോധന. നിരവധി രേഖകൾ മലപ്പുറത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, SDPIയുടെയും അതോടൊപ്പം തന്നെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് മലപ്പുറം. അവരുടെ പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലബാർ ഹൗസും അതോടൊപ്പം തന്നെ അക്കാദമിക് സ്ഥാപനമായ ഗ്രീൻ വാലിയും സത്യസരണിയും അടക്കം പ്രവർത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മുൻപ് PFIയെ നിരോധിച്ച സമയത്ത് ഇവിടെയെല്ലാം തന്നെ പരിശോധന ഉണ്ടായിരുന്നു. അതിനുശേഷം ED ഇവിടെ സീൽ വെച്ച് ഇതെല്ലാം തന്നെ പൂട്ടിയിരുന്നു. പക്ഷേ ഇപ്പോഴും രഹസ്യമായി തന്നെ ഇവിടെയെല്ലാം തന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ SDPIയുടെ ജില്ലാ കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ SDPIയുടെ ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ വീടുകളിലും പരിശോധന നടത്താനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതായത് PFIയെ മറയാക്കി, PFI നിരോധിച്ചു എങ്കിൽ പോലും അതിനെ മറയാക്കി അതിൽ നിന്നും ലഭിക്കുന്ന അതിൻ്റെ പ്രവർത്തകർ ശേഖരിക്കുന്ന ഫണ്ട് SDPI വഴി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നുണ്ട് എന്ന് കൃത്യമായി തന്നെ തെളിവുകൾ അടക്കം EDക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൃത്യമായ രേഖകൾ കോടതിയിലും സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങളും തെളിവുകളും ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ED പരിശോധന നടത്തിയിരിക്കുന്നത്. 4.5 മണിക്കൂറോളം നീണ്ട പരിശോധന അവസാനിപ്പിച്ച് ഇപ്പോൾ ED മടങ്ങിയിട്ടുണ്ട്. വീണ, പ്രജിത് മോഹനൻ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത്, തിരുവനന്തപുരത്ത് നടന്ന റെയ്ഡ് അവസാനിച്ചോ? അവിടെ എന്താണ് വിവരങ്ങൾ? ഇപ്പോഴും റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇനി മണിക്കൂറുകൾ നീളമുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് SDPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. കേരളത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും SDPI നിയന്ത്രിച്ചിരുന്നത് ഈ ഓഫീസ് വഴിയായതുകൊണ്ട് തന്നെ SDPIയുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകളും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളൊക്കെ ഈ ഓഫീസിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏഴോളം ഉദ്യോഗസ്ഥർ അവരൊപ്പം CRPFന്റെ 10-13 വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരുടെ അടക്കത്തിലാണ് ഈ റെയ്ഡ് ഇപ്പോഴും ഇവിടെ പുരോഗമിക്കുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ ഒരു പ്രതിഷേധത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു വശത്ത് SDPI പ്രവർത്തകർ സംഘടിച്ച നിൽപ്പുണ്ട്. അവർ ഏതെങ്കിലും തരത്തിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധത്തിനൊക്കെ മുതിരുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ലോക്കൽ പോലീസൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. 2 വണ്ടി പോലീസിലേക്ക് അവിടെ വിന്യസിച്ച് കഴിഞ്ഞ് ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് വനിതാ പ്രവർത്തകരെ അടക്കം അണിനിരത്തിയാണ് SDPI ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് സൈഡിൽ ഇത്തരത്തിലധികം പ്രവർത്തകർ വട്ടം കൂടി നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യവ്യാപകമായി നടക്കുന്ന റെയ്ഡിന്റെ ഭാഗമായി തന്നെയാണ് തിരുവനന്തപുരത്തും റെയ്ഡ് നടക്കുന്നത്. ഇപ്പോഴും തിരുവനന്തപുരത്തെ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ശരി പ്രജിത്ത്.